2018 ഛത്തീസ്ഗഡിലെ കോർബയിൽ നിന്നും സൽമ സുൽത്താന എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത് ആരും മനസ്സിൽ പോലും ചിന്തിച്ചു നോക്കാത്തൊരു സ്ഥലത്തു നിന്നുമാണ്. ആരായിരുന്നു സൽമ സുൽത്താന? എന്തായിരുന്നു അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിൽ കുസ്മുണ്ട എന്നൊരു സ്ഥലമുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ആ സ്ഥലത്തെ ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് സൽമ സുൽത്താന. വലുതാവുമ്പോൾ ഒരു മോഡലാവണം, സിനിമാ നടിയാവണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സാധാരണ പെൺകുട്ടി. പക്ഷേ 2018 സൽമയ്ക്ക് 25 വയസ്സ് തികഞ്ഞിട്ടും അവളുടെ ഈ ആഗ്രഹങ്ങളൊന്നും പോവണിയില്ല. അതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ കിട്ടുന്ന ഒരവസരവും അവൾ പാഴാക്കില്ലായിരുന്നു. അതിനുവേണ്ടിയും കൂടിയാണ് അവളൊരു പ്രാദേശിക ചാനലിൽ വാർത്താ അവതാരകയായി ജോയിൻ ചെയ്തത്. ഒരു അവതാരക എന്നതിനപ്പുറം ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ജോലികളും സൽമയ്ക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവൾ ദൂരസ്ഥലങ്ങളിലോ വീട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യങ്ങളിലോ പെട്ടുപോവാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറയുന്ന ശീലമൊന്നും സൽമയ്ക്കുണ്ടായിരുന്നില്ല. കോർബ സിറ്റിയിൽ അവളൊരു വീട് റെന്റിനെടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുകയാണ് പതിവ്. അവളുടെ ജോലിയുടെ സ്വഭാവം പാരന്റ്സിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരും അത് കാര്യമാക്കാറില്ല. 2018 ഒക്ടോബർ 21 അതുപോലൊരു ദിവസമാണ് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. അന്ന് രാവിലെ തന്നെ സൽമ ജോലിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾക്കൊരു സ്കൂട്ടറുണ്ട്. അതുമെടുത്ത് കോർബയിലുള്ള ചാനലിന്റെ സ്റ്റുഡിയോയിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയ സൽമ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 22 മകളുടെ വിശേഷങ്ങൾ അറിയാനായി സൽമയുടെ അച്ഛൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മകൾക്ക് വലിയ വല്ല പ്രൊജക്റ്റും ലഭിച്ചിരിക്കാമെന്നും അവൾ അതിന്റെ തിരക്കിലായിരുന്നതിനാൽ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നുപോയതായിരിക്കുമെന്നുമാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയിട്ടും സൽമ വീട്ടിലേക്ക് വരികയോ ഒന്ന് ഫോൺ വിളിക്കുകയോ പോലും ചെയ്തില്ല. എന്തിന് ഒക്ടോബർ 21 കോർബയിലുള്ള ചാനൽ സ്റ്റുഡിയോയിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ സൽമ അന്ന് സ്റ്റുഡിയോയിൽ എത്തിയിരുന്നില്ല എന്നും അതിനുശേഷം അവൾ തങ്ങളെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുമാണ് ചാനലുകാരും പറയുന്നത്. കോർബയിലുള്ള സൽമയുടെ വാടക വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഹൗസ് ഓണറിനെ കൊണ്ട് വീട് തുറന്ന് പരിശോധിച്ചപ്പോഴും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ സിനിമാ മോഹവുമായി സൽമ മുംബൈയിലേക്ക് പോയി എന്നുള്ള രീതിയിൽ വാർത്തകൾ പരന്നു. ആളുകളത് വളരെ പെട്ടെന്ന് വിശ്വസിച്ചു, അവളുടെ കുടുംബം ഉൾപ്പെടെ. കാരണം സിനിമാ മോഹം തലയ്ക്ക് പിടിച്ചിരുന്ന സൽമ താൻ എപ്പോൾ വേണമെങ്കിലും മുംബൈയിലേക്ക് പോകുമെന്ന് ഇടയ്ക്കിടെ തന്റെ പാരന്റ്സിനോട് പറയാറുള്ളതാണ്. അതിനാലാണ് അവൾ മുംബൈയിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് എല്ലാവരും വിശ്വസിച്ചത്. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സൽമ വാർത്താ അവതാരകയായി ജോലി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം നിരന്തരം ടിവിയിൽ വാർത്തകൾ വായിച്ചിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് അവൾ തന്റെ നാട്ടിൽ പ്രശസ്തിയായി. നാട്ടിൽ മാത്രമല്ല, കോർബ ജില്ലയിലെ മിക്കവാറും പേർക്കും സൽമയെ അറിയാം. ആളുകൾ അവളെ കാണുമ്പോഴെല്ലാം അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോകൾ എടുക്കുന്നതും പതിവായിരുന്നു. ഈ പ്രശസ്തി കൃത്യമായി വിനിയോഗിച്ചാൽ സിനിമാ നടിയാവണമെന്നുള്ള നിന്റെ ആഗ്രഹം നേടിയെടുക്കാൻ കഴിയുമെന്ന് സുഹൃത്തുക്കൾ അവളെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെയാണ് തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മുംബൈയിലേക്ക് പോകണമെന്നുള്ള മോഹം സൽമയുടെ മനസ്സിൽ കയറിക്കൂടുന്നത്. സൽമ എല്ലാവരോടും എളുപ്പത്തിൽ ഇടപഴകുന്ന തുറന്ന മനസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അതിനാൽ തന്നെ അവൾക്ക് ധാരാളം സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. അതിൽ ആൺ സുഹൃത്തുക്കളാണ് കൂടുതലും. ഈ കാരണങ്ങളാൽ സൽമയെ വീട്ടിൽ നിന്നും കാണാതായപ്പോൾ ആളുകൾ പലതും പറഞ്ഞു പരത്താൻ തുടങ്ങി. അവൾക്ക് ഒരു കാമുകനുണ്ടായിരുന്നുവെന്നും അവനോടൊപ്പം സൽമ ഒളിച്ചോടിപ്പോയതാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ പരന്നു. ഇതോടെ സൽമയുടെ പാരന്റ്സ് അവളുടെ ഫ്രണ്ട്സിൽ പലരെയും വിളിച്ച് കാര്യമന്വേഷിച്ചു. എന്നാൽ ആർക്കും സൽമയെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. ഒക്ടോബർ 21 ശേഷം അവൾ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് ലഭിച്ച വിവരം. ഇത്രയും ദുരൂഹമായ സാഹചര്യങ്ങളുണ്ടായിട്ടും അവളുടെ പാരന്റ്സ് പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം. 3 മാസങ്ങൾ കടന്നുപോയി.
2019 ജനുവരി 20 സൽമയുടെ അച്ഛൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ മരണപ്പെട്ടു. സൽമയുടെ ഫോൺ സ്വിച്ച് ഓഫായി തുടരുന്നതുകൊണ്ട് തന്നെ അവളെ നേരിട്ട് വിളിച്ച് ഈ വിവരമറിയിക്കാൻ കഴിയില്ല. ഇതോടെ കുടുംബാംഗങ്ങൾ അവളുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും വിളിച്ച് സൽമയുടെ അച്ഛൻ മരണപ്പെട്ട കാര്യം പറഞ്ഞു. അതിൽ ആരെങ്കിലുമായി സൽമ ബന്ധം തുടരുന്നുണ്ടാവുമെന്നും അവർ വഴി അച്ഛന്റെ മരണവിവരമറിഞ്ഞ് അവൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. സൽമ തിരിച്ചു വന്നതേയില്ല. ഒടുവിൽ മകളുടെ അസാന്നിധ്യത്തിൽ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നു. ഇത് സൽമയുടെ അമ്മയെ മാനസികമായി തളർത്തി. അച്ഛൻ മരിച്ച വിവരമറിഞ്ഞാൽ അവൾക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഇല്ലായിരുന്നു എന്നും അവൾക്കെന്തോ അപകടം പറ്റിയതുകൊണ്ട് മാത്രമാണ് അവൾ വരാതിരുന്നത് എന്നും പറഞ്ഞ് സൽമയുടെ അമ്മ കരയാൻ തുടങ്ങിയതോടെയാണ് കുടുംബം പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. സൽമയുടെ സഹോദരൻ കുസ്മുണ്ട പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് അവളെ കാണാതായി 3 മാസം കഴിഞ്ഞിരുന്നു. 2018 ഒക്ടോബർ 21 സൽമ ജോലിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയതാണെന്നും നാളിതുവരെയായി അവൾ തിരിച്ചെത്തിയിട്ടില്ല എന്നുമുള്ള പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സൽമയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങിയ പോലീസുകാർക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. ഫേസ്ബുക്കിൽ സജീവമായിരുന്ന നിരവധി പോസ്റ്റുകൾ ചെയ്യാറുള്ള സൽമ 2018 ഒക്ടോബർ 21 ശേഷം ആക്റ്റീവ് അല്ല എന്ന് മാത്രമല്ല, ഒരു പോസ്റ്റ് പോലും അവൾ ചെയ്തിട്ടില്ല. ഇതിൽ നിന്നും തന്നെ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് അല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. തുടർന്ന് സൽമയുടെ ബന്ധുക്കൾ, അയൽക്കാർ, സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്തിരുന്നവർ എന്നിങ്ങനെ നിരവധി ആളുകളുടെ മൊഴിയെടുത്ത പോലീസ് അവരിൽ നിന്നെല്ലാം ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു. ഇതിൽ നിന്നും സൽമയുടെ വിജയങ്ങൾ കാണാൻ ആഗ്രഹമില്ലാത്ത, അവളുടെ വളർച്ചയെ അസൂയയോടെ മാത്രം നോക്കിക്കാണുന്ന ചിലരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചിരുന്നു. അവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്തെങ്കിലും അവർക്കൊന്നും സൽമയുടെ തിരോധാനത്തിൽ പങ്കുള്ളതായുള്ള ഒരു സൂചനയും ലഭിച്ചില്ല. ഇതോടെ പുറമെ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ആരെയും അറിയിക്കാത്ത, അല്ലെങ്കിൽ ആർക്കും അറിയാത്ത ഒരു ജീവിതം സൽമയ്ക്കുണ്ടാവുമെന്നും അതിന്റെ അനന്തരഫലമായിരിക്കണം ഈ തിരോധാനമെന്നുമുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കുന്നു. അതിനാൽ സൽമയുടെ ജീവിത രീതികളെക്കുറിച്ച് അവർ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. +2 പാസ്സായ ശേഷം പഠനം ഉപേക്ഷിച്ച സൽമയ്ക്ക് അവളുടെ പ്രസംഗിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും കൊണ്ടാണ് ഒരു പ്രാദേശിക വാർത്താ ചാനലിൽ അവതാരകയായി 2014 ജോലി ലഭിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് പോവാനായി പാരന്റ്സ് അവളെ നിർബന്ധിച്ചിരുന്നുവെങ്കിലും നിലവിലെ ജോലിയിൽ നിന്നും അവൾ മാന്യമായ തുക സമ്പാദിക്കാൻ തുടങ്ങിയതോടെ എല്ലാ തീരുമാനങ്ങളും അവർ സൽമയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സൽമയുടെ ജീവിതം മുന്നോട്ട് പോയത് അവൾ സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രകാരമായിരുന്നു. അതിൽ പാരന്റ്സിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല. പത്രപ്രവർത്തനവും അഭിനയവും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന സൽമ അവളുടെ ജോലി വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു. പതിയെ പതിയെ അവളുടെ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങി. ടിവിയിൽ സൽമയുടെ ആകർഷകമായ അവതരണം കാരണം ആളുകൾ അവളെ തിരിച്ചറിയാൻ തുടങ്ങി. അവൾ പുറത്തിറങ്ങുമ്പോഴെല്ലാം ആളുകൾ വന്ന് സംസാരിക്കും, സെൽഫി എടുക്കും. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സൽമയ്ക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിനും മറ്റുമായി പലപ്പോഴും സിറ്റിക്ക് പുറത്തു പോവേണ്ടി വരുമായിരുന്നു. ചാനൽ സ്റ്റുഡിയോ വീട്ടിൽ നിന്നും വളരെ അകലെയായിരുന്നതിനാലും ജോലി കഴിഞ്ഞ് പലപ്പോഴും വീട്ടിലേക്ക് പോവാൻ കഴിയാത്തതിനാലും അവൾ കോർബ സിറ്റിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം അവധി കിട്ടുമ്പോൾ മാത്രമേ അവൾ വീട്ടിലേക്ക് പോയിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ 2018 ഒക്ടോബർ 20 വീട്ടിലെത്തിയ സൽമ അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 21 ജോലിക്കാണെന്ന് പറഞ്ഞ് പോയതിനു ശേഷമാണ് കാണാതായിരിക്കുന്നത്. 4 മാസമായിട്ടും അവളെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ല. ഒരു ന്യൂസ് റീഡറിനെയാണ് കാണാതായിരിക്കുന്നത് എന്ന് ഓർക്കണം. എന്നിട്ടും ഈ സംഭവം കാര്യമായ രീതിയിൽ വാർത്തയായില്ല. സൽമ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം പോലും അവളുടെ തിരോധാനത്തിന് പുറകിലെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ താല്പര്യം കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോർബയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട നിലയിൽ സൽമയുടെ സ്കൂട്ടർ കണ്ടെത്തിയതൊഴിച്ചാൽ കേസിൽ മറ്റൊരു പുരോഗതിയും ഉണ്ടായില്ല. വലിയ വാർത്താ പ്രാധാന്യമോ സമ്മർദ്ദങ്ങളോ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം തണുത്ത അവസ്ഥയിലായി. 2020 രാജ്യം കോവിഡ് എന്ന മഹാമാരി കാരണം ലോക്ക്ഡൌണിലേക്ക് പോയതോടെ ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമായും നിലച്ചു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. 2023 അതായത് സൽമ സുൽത്താനയെ കാണാതായിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
2023 ഛത്തീസ്ഗഡ് പോലീസ് സംസ്ഥാന വ്യാപകമായി ഒരു ഓപ്പറേഷന് തുടക്കമിട്ടു. ഓപ്പറേഷൻ മുസ്കാൻ അഥവാ ഓപ്പറേഷൻ സ്മൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഓപ്പറേഷനിൽ കാണാതായ കുട്ടികളെയും സ്ത്രീകളെയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ചീഫ് സൂപ്രണ്ട് ഓഫ് പോലീസ് റോബിൻസൺ ഗുരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോർബ ജില്ലയിലെ കേസുകൾ അന്വേഷിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ കേസുകളിൽ സൽമ സുൽത്താനയുടെ കേസുമുണ്ടായിരുന്നു. അദ്ദേഹം ആ കേസ് ഫയൽ വിശദമായി പരിശോധിച്ചു. 2018 ഒക്ടോബർ 21 സൽമയെ കാണാതായിട്ടുണ്ടെങ്കിലും 2019 ജനുവരിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബന്ധുക്കൾ പരാതി നൽകാൻ വൈകിയതുകൊണ്ടാണ് ഈ കാലതാമസം നേരിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ പരാതി ലഭിച്ചതിനു ശേഷവും കാര്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നും നാട്ടുകാർ പ്രചരിപ്പിച്ച കിംവദന്തികൾ പോലീസും വിശ്വസിച്ചതുകൊണ്ടാണ് ഈ കേസ് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്നും റോബിൻസൺ ഗുരിയ വിലയിരുത്തി. അദ്ദേഹം ഉടൻ തന്നെ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിക്കുകയും കേസ് അന്വേഷിക്കുന്നതിനായി ഒരു ടീം രൂപീകരിക്കുകയും ചെയ്തു. പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം സൽമയുടെ വീട്ടിൽ നിന്നുമാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. അവളുടെ കുടുംബാംഗങ്ങൾ, അയൽക്കാർ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്തിരുന്നവർ എന്നിങ്ങനെ എല്ലാവരിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുത്തു. കഴിഞ്ഞ 5 വർഷമായി സൽമ അവരിൽ ഒരാളെപ്പോലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതോടെ അവൾ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അത് ഉറപ്പിക്കുന്നതിനായി സൽമയുടെ ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചതോടെയാണ് ഈ കേസ് തെളിയിക്കാൻ സഹായിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അതായത് 2018 കോർബയിലുള്ള യൂണിയൻ ബാങ്കിൽ നിന്നും സൽമ 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ തുക കൈപ്പറ്റി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് അവളെ കാണാതായിരിക്കുന്നത്. ലോൺ തുകയുമായി സൽമ കടന്നു കളഞ്ഞതാണോ എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചെങ്കിലും കോർബ യൂണിയൻ ബാങ്കിൽ നേരിട്ട് ചെന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന മറ്റു ചില വിവരങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് സൽമയെടുത്ത ആ 5 ലക്ഷം രൂപയുടെ EMI ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു ഈ കണ്ടെത്തൽ. കോർബയിൽ തന്നെയുള്ള ഗംഗാശ്രീ ജിമ്മിന്റെ അക്കൗണ്ടിൽ നിന്നുമാണ് എല്ലാ മാസവും പേയ്മെന്റ് ലഭിക്കുന്നത് എന്ന് ബാങ്ക് മാനേജർ വെളിപ്പെടുത്തി. പോലീസ് ജിമ്മിലെത്തിയ സമയത്ത് ജിം ഉടമ സ്ഥലത്തുണ്ടായിരുന്നില്ല. ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നും മധുർ സാഹു എന്ന 37 വയസ്സുകാരനാണ് ജിം നടത്തുന്നത് എന്ന് മനസ്സിലായി. അയാൾ അതേ ജിമ്മിലെ പരിശീലകൻ കൂടിയാണ്. പോലീസ് മധുർ സാഹുവിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ പോലീസ് തന്നെ തിരഞ്ഞ് ജിമ്മിലെത്തിയ വിവരമറിഞ്ഞതോടെ അയാൾ ഒളിവിൽ പോയി. ഇതോടെ സൽമയുടെ തിരോധാനത്തിൽ മധുർ സാഹുവിന് പങ്കുണ്ട് എന്ന് പോലീസുകാർക്ക് ഉറപ്പായി. ജിമ്മിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നും മധുർ സാഹുവിന് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടെന്നും അയാളുടെ ബിസിനസ് പങ്കാളി കൂടിയായ ആ സുഹൃത്തിന് മധുർ സാഹുവിനെ കുറിച്ചുള്ള പല രഹസ്യങ്ങളും അറിയാമെന്നും വിവരം ലഭിച്ചു. ഉടനടി മധുർ സാഹുവിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ആ വ്യക്തിയെ പോലീസ് കണ്ടെത്തുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സൽമയും മധുർ സാഹുവും കഴിഞ്ഞ കുറെ കാലമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. ഒരിക്കൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ഞാൻ സൽമ സുൽത്താനിയെ കൊലപ്പെടുത്തിയെന്നും അവളുടെ മൃതദേഹം പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നും മധുർ സാഹു തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ആ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. സൽമ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചതോടെ പോലീസ് മധുർ സാഹുവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. 2023 ഓഗസ്റ്റ് 14 അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ 2019 ഈ കേസ് അന്വേഷിച്ചിരുന്ന കുസ്മുണ്ട പോലീസ് സൽമയുടെ ഫ്രണ്ട് എന്ന നിലയിൽ മധുർ സാഹുവിന്റെ മൊഴിയെടുത്തിരുന്നതാണ്. അന്ന് കാര്യമായ സംശയങ്ങളൊന്നും തോന്നാതിരുന്നതിനാൽ വിട്ടയക്കുകയായിരുന്നു. റോബിൻസൺ ഗുരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം മധുർ സാഹുവിനെ വിശദമായി ചോദ്യം ചെയ്തതോടെ അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഇതേ തുടർന്ന് കൗശൽ ശ്രീവാസ് എന്ന മറ്റൊരു ജിം പരിശീലകൻ കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സൽമയെ കൊലപ്പെടുത്തുന്നതിൽ മധുർ സാഹുവിനെ സഹായിച്ച വ്യക്തിയാണ് കൗശൽ. പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാത്തിന്റെയും തുടക്കം 2016 സൽമ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങിയ കാലഘട്ടം. ഒരു വാർത്താ അവതാരക എന്ന നിലയിൽ അവളെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയ സമയം. എന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നിരുന്നതിനാൽ തന്റെ സൗന്ദര്യവും ഫിറ്റ്നസും നിലനിർത്തേണ്ടത് സൽമയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമായിരുന്നു. തന്റെ സിനിമാ മോഹത്തിനും ഇതെല്ലാം അത്യാവശ്യമാണ്.
അങ്ങനെയാണ് സൽമ ജിമ്മിൽ പോവാനും ഫിറ്റ്നസ് നിലനിർത്താനും തീരുമാനിക്കുന്നത്. കോർബ നഗരത്തിലെ അറിയപ്പെടുന്ന ജിമ്മായ ഗംഗാശ്രീ ജിമ്മാണ് അവൾ തിരഞ്ഞെടുത്തത്. ജിമ്മുടമയും ട്രെയിനറുമായ മധുർ സാഹുവായിരുന്നു സൽമയുടെ പേഴ്സണൽ ട്രെയിനർ. പതിയെ പതിയെ അവർക്കിടയിൽ ഒരു അടുപ്പം ഉടലെടുത്തു. ആ അടുപ്പം പ്രണയമായി മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ക്രമേണ അവർ ലിവിംഗ് റിലേഷൻഷിപ്പും ആരംഭിച്ചു. തന്റെ ഭാവി ഭർത്താവിനെ കണ്ടെത്തിയതിൽ സൽമ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ മധുർ സാഹുവിനെ വിവാഹം കഴിക്കാനും അവനോടൊപ്പം ജീവിതം ചെലവഴിക്കാനുമുള്ള ആഗ്രഹം സൽമ അവനോട് തുറന്നു പറയുന്നതുവരെ മാത്രമേ ആ സന്തോഷം നീണ്ടു നിന്നുള്ളൂ. സൽമ വിവാഹാഭ്യർത്ഥന നടത്തുമ്പോഴെല്ലാം മധുർ സാഹു പല കാരണങ്ങളും പറഞ്ഞ് വിഷയം മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ വിഷയത്തെ ചൊല്ലി അവർക്കിടയിൽ തർക്കങ്ങൾ ആരംഭിക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മധുർ സാഹുവിന്റെ മൊബൈൽ ഫോൺ സൽമ പരിശോധിച്ചു. ഇതോടെയാണ് അവൻ എന്തുകൊണ്ടാണ് വിവാഹത്തിന് താല്പര്യം കാണിക്കാത്തത് എന്ന് സൽമയ്ക്ക് മനസ്സിലായത്. സൽമ ചിന്തിക്കുന്നത് പോലൊരു വ്യക്തിയായിരുന്നില്ല മധുർ സാഹു. അയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ആ സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് താനെന്നുള്ളത് സൽമ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഗംഗാശ്രീ ജിമ്മിൽ പല കാലഘട്ടങ്ങളിലായി അഡ്മിഷൻ എടുത്ത നിരവധി സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ട്. തന്റെ ബോഡി ബിൽഡിംഗ് കഴിവുകളെല്ലാം കാണിച്ച് സ്ത്രീകളെ വശീകരിക്കുന്ന മധുർ സാഹു അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും കയ്യിലുള്ള പണം കൈവശപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം അവരെ ഉപേക്ഷിക്കുന്നതായിരുന്നു പതിവ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സൽമ മധുർ സാഹുവിനെ ചോദ്യം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെയാണ് അവളെ കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചത്. മറ്റുള്ള പല സ്ത്രീകളും മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരെയൊന്നും കൊലപ്പെടുത്താൻ തീരുമാനിക്കാത്ത മധുർ സാഹു സൽമയെ മാത്രം കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. സൽമ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. അവളൊരു മാധ്യമ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവളെങ്ങാനും ഇത് വലിയ പ്രശ്നമാക്കുകയോ ചാനലിൽ തന്നെക്കുറിച്ചുള്ള വാർത്തകൾ വരികയോ ചെയ്താൽ മറ്റുള്ള സ്ത്രീകളും പരാതിയുമായി വരും. ഇതോടെ തന്റെ ഭാവി തകരുമെന്ന് മധുർ സാഹു ഭയപ്പെട്ടിരുന്നു. അതൊഴിവാക്കാനാണ് സൽമയെ കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചത്. 2018 ഒക്ടോബർ 21 മധുർ സാഹു തന്റെ ജിമ്മിലെ ട്രെയിനർ കൗശൽ ശ്രീവാസുമായി കോർബയിൽ സൽമ താമസിച്ചിരുന്ന വീട്ടിലെത്തി. ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും അയാൾ പറഞ്ഞു നോക്കിയെങ്കിലും സൽമ വഴങ്ങിയതേയില്ല. ഇതോടെ മധുർ സാഹുവും കൗശലും ചേർന്ന് അവളെ കടന്നുപിടിക്കുകയും അവളുടെ കഴുത്തിലുണ്ടായിരുന്ന സ്കാർഫ് ഉപയോഗിച്ച് തന്നെ അവളുടെ കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സൽമ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് മധുർ സാഹു മറ്റൊരു സുഹൃത്തായ അതുൽ ശർമ്മയെ വിളിച്ച് സൽമയുടെ മൃതദേഹം ഡിസ്പോസ് ചെയ്യുന്ന കാര്യം സംസാരിച്ചു. പിന്നീട് അതുൽ ശർമ്മ കൊണ്ടുവന്ന വാഹനത്തിൽ മൃതദേഹം കയറ്റുകയും ആളൊഴിഞ്ഞ ഒരു റോഡിനോട് ചേർന്നുള്ള ചതുപ്പ് നിലത്ത് ആ ഡെഡ് ബോഡി കുഴിച്ചിടുകയുമായിരുന്നു. ശേഷം സൽമ നാട് വിട്ടുപോയതാണ് എന്ന് തോന്നിപ്പിക്കുന്നതിനായി അവളുടെ സ്കൂട്ടർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയതിനു ശേഷമാണ് പ്രതികൾ പിരിഞ്ഞത്. മധുർ സാഹുവും കൗശലും കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് കേസിലെ മൂന്നാമത്തെ പ്രതിയായ അതുൽ ശർമ്മയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാളും കുറ്റം സമ്മതിച്ചു. ഇനി കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുക്കലാണ് അടുത്ത നടപടി. പോലീസ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പ്രതികളുമായി ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലത്തെത്തിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. പോലീസുകാർക്ക് പോലും മൃതദേഹം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള മധുർ സാഹുവിന്റെ ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ഡെഡ് ബോഡി കുഴിച്ചിട്ട ആ സ്ഥലം കണ്ടപ്പോഴാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ആളൊഴിഞ്ഞ ഒരു റോഡിനരികിലുള്ള ചതുപ്പ് നിലത്താണ് ആ ഡെഡ് ബോഡി കുഴിച്ചിട്ടതെങ്കിൽ ഇപ്പോൾ ആ സ്ഥലത്തു കൂടിയാണ് കോർബ ജില്ലയിലെ 4 വരിപ്പാത കടന്നു പോകുന്നത്. അതായത് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ഉൾപ്പെടെ ഇപ്പോൾ ആ റോഡിനടിയിലാണ്. അതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസത്തിന് കാരണം. ആ 4 വരിപ്പാത കുഴിക്കാതെ ഇനി മൃതദേഹം കണ്ടെത്താനാവില്ല. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒത്തിരി ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ കോടതിയിൽ നിന്നും അനുമതിയെല്ലാം വാങ്ങിയ അന്വേഷണ സംഘം ആ 4 വരിപ്പാത പൊളിക്കുകയും ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ പോലുള്ള ഉപകരണങ്ങളുടെ സഹായത്താൽ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലം കണ്ടെത്തുകയും അത് പുറത്തെടുക്കുകയും ചെയ്തു. ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടേക്കാവുന്ന ആ സ്ഥലത്തു നിന്നും സൽമ സുൽത്താനയുടെ സ്കെലിറ്റൽ റിമൈൻസ് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ കേസിൽ വലിയ നേട്ടമായി. പ്രതികൾ 3 പേരും വിചാരണ തടവുകാരായി ഇപ്പോഴും ജയിലിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിലെ ശിക്ഷ ഇതുവരെ വിധിച്ചിട്ടില്ല. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.